നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 26,050 മുകളിലായി ക്ലോസ് ചെയ്തു. സെൻസെക്സ് 85,000 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്ന് പ്രധാനമായി നേട്ടമുണ്ടാക്കിയത് മെറ്റൽ, ഫിനാൻഷ്യൽസ്, അദാനി ഗ്രൂപ്പ് ഓഹരികളായിരുന്നു. മിഡ് ക്യാപ് സൂചിക ഒരു വർഷത്തെ ഉയർന്ന നിലയിലെത്തി. ഇന്നലെ നല്ല നേട്ടമുണ്ടാക്കിയ മെറ്റൽ സൂചിക ഇന്നും നേട്ടമുണ്ടാക്കി. നിഫ്റ്റി മെറ്റൽ സൂചിക തുടർച്ചയായിട്ടുള്ള 6ാമത്തെ സെഷനിലും റെക്കോർഡ് ഉയരത്തിലെത്തി. ഇന്ന് ഏകദേശം 2% ഉയർന്നത്. മെറ്റൽ ഇൻഡെക്സിനെ പ്രധാനമായും പിന്തുണച്ചത് സെയിലായിരുന്നു. സെയിൽ 7% നേട്ടമുണ്ടാക്കി. NMDC ഏകദേശം 3% ഉയർന്നു. ടാറ്റ സ്റ്റീലും മികച്ച പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ഇനി മറ്റ് ചില നല്ല പെർഫോമൻസ് നടത്തിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ M&M ഫിനാൻസിന്റെ റിസൾട്ട് നമ്മൾ രാവിലെ പറഞ്ഞതാണ്. ശക്തമായിട്ടുള്ള 2ാം പാദ വരുമാനം കാരണം തന്നെ സ്റ്റോക്ക് ഏകദേശം 7% നേട്ടമാണ് ഉണ്ടാക്കിയത്. കൂടാതെ ഈ സമീപ ദിവസങ്ങളിലായിട്ട് ധാരാളം സ്റ്റോക്കുകളിൽ നല്ല ഉണർവ് കാണാനുണ്ട്. അത്തരത്തിൽ SBI ലൈഫ് തുടർച്ചയായിട്ടുള്ള 3ാമത്തെ ദിവസവും ഉയർന്നു. ഇന്ന് ഏകദേശം 7% ഉയർന്നത്. ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിലും കൂടാതെ ഇന്നലെ ഒരു പോസ്റ്ററായിട്ട് നമ്മളൊരു AMC കമ്പനികളിൽ ഒരു ഇടിവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. മ്യൂച്വൽ ഫണ്ട് ചെലവ് അനുപാതങ്ങളും ബ്രോക്കേജ് ഫീസുകളും സെബി വെട്ടിക്കുറയ്ക്കൽ നിർദ്ദേശിച്ചതിനെ തുടർന്ന് AMC കമ്പനികൾ നഷ്ടമുണ്ടാക്കി. HDFC AMC ഏകദേശം 4% ഇടിഞ്ഞത്. കൂടാതെ നിപ്പോൺ ലൈഫ് AMC 4%, UTI AMC 2% ഇടിഞ്ഞു. ഇനി നേട്ടമുണ്ടാക്കിയ മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകൾ ഇന്ന് നല്ല നേട്ടമുണ്ടാക്കി. 11% വരെയാണ് സ്റ്റോക്കുകൾ ഉയർന്നത്. എനർജി ഓയിൽ സെഗ്മെന്റിലുള്ള കമ്പനികളെ നോക്കുകയാണെങ്കിൽ റിഫൈനറി മാർജിനുകൾ മെച്ചപ്പെട്ടതിന് ശേഷം MRPL ഏകദേശം 6% ഉയർന്നു. കൂടാതെ IOC ഇന്നലെ ഒരു ബ്രേക്ക്ഔട്ടിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞതാണ്. സ്റ്റോക്ക് ഇന്ന് ഏകദേശം 5% നേട്ടമുണ്ടാക്കി. ഇനി മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ള മറ്റ് സ്റ്റോക്കുകളിൽ നന്നായി പെർഫോം ചെയ്ത് വരുൺ ബിവറേജസ് 9% ഉയർന്നു. സെയിൽ നമ്മൾ പറഞ്ഞതുപോലെ 7% നേട്ടമുണ്ടാക്കി. ഹഡ്കോ 4% ഉയർന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി ചില പ്രത്യേകമായിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് നമുക്ക് വരാം. നിരവധി സ്റ്റോക്കുകൾ ബ്രേക്ക്ഔട്ടിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ ചില സ്റ്റോക്കുകൾ നമ്മളിവിടെ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ അംബുജ സിമെന്റിനെ കുറിച്ച് ഇന്നലെ സിന്ധു മാഡം കമൻ്റായിട്ട് അറിയിച്ചിരുന്നു അതിൻ്റെ ഒരു വ്യൂ പറയണമെന്ന്. അപ്പോൾ അതുകൂടി നമ്മൾ ഇന്നിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു സ്റ്റോക്ക് സ്ട്രൈബ്സ് ഫാർമ സയൻസ് ലിമിറ്റഡ് സ്റ്റാർ എന്ന കമ്പനിയാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ ദിവസമായിട്ട് ഒരു കൺസോൾട്ടേഷനിലായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ബ്രേക്ക്ഔട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അത് 767 മുതൽ 796 വരെയുള്ള ഒരു സോണാണ്. ഈ സോണിൽ മുൻപ് പലതവണയും സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ച് കയറിയിട്ടുള്ള ഒരു സോണാണ്. 2025 ജൂണിലും കൂടാതെ ഓഗസ്റ്റ് 2025 ഇപ്പോൾ ഒക്ടോബർ 2025 ഇതേ സോണിൽ തന്നെ സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ തിരിച്ച് കയറിയിരിക്കുന്നത്. ഇനി ഈ സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 857 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 889, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 906, തേർഡ് ടാർഗറ്റ് നമുക്ക് 914 കാണാവുന്നതാണ്. ഇനി ഈ സ്റ്റോക്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 814. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് GE ഷിപ്പ് നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസം ഹിറ്റ് ചെയ്തിരുന്നു. കേവലം ഒരു ദിവസം കൊണ്ട് 3% നേട്ടമാണ് സ്റ്റോക്കിൽ ഉണ്ടായത്. കൂടാതെ IDBI ബാങ്ക് ഒക്ടോബർ 23 നമ്മൾ നൽകിയത്. സ്റ്റോക്ക് ഏകദേശം 9% നമുക്ക് കേവലം 3 ട്രേഡിംഗ് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയത്. ഇങ്ങനെ നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയായിട്ടുള്ള സിന്ധു മാഡം ആവശ്യപ്പെട്ട പ്രകാരം അംബുജ സിമൻസ് വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റോക്കിൽ ഇന്ന് നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിലൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്സൈഡിലേക്ക് വന്നാൽ ഈ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി 580 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. മുൻപ് പലതവണയും ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്കിൽ ഒരു ഇടിവുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 580 കംഫർട്ടബിൾ ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അംബുജ സിമൻസ് പോകാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തത് സമീപ മാസങ്ങളിലായിട്ട് നല്ല പെർഫോമൻസ് നടത്തിയ ഒരു സ്റ്റോക്കായിരുന്നു MCX റൗണ്ടിംഗ് ബോട്ടത്തിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് തന്നിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ഒരു ചെറിയ ഇടിവ്, ഒരു
റിവേഴ്സൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ ഹൈ ആയിട്ടുള്ള 9562 പ്രധാനപ്പെട്ട ഒരു ലെവലാണ് അപ്സൈഡിൽ. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 10306 ഏതായാലും സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 8991. ഇതിന് താഴെയായിട്ട് ഒരു വീക്ക്ലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കോഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മറ്റുള്ള ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ വ്യൂ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എഡ്യൂക്കേഷൻ വ്യൂ മാത്രമാണ്. ഒരിക്കലും ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല ഇത്. നിങ്ങൾ കൃത്യമായി ഈ സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അതിൻ്റെ പാറ്റേണുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.